ഹായ് എവരി വൺ, ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താണ് റെസ്റ്റ് ഓപ്പറേറ്ററിനെ കുറിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫംഗ്ഷൻ എന്തിനാണെന്നും ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയതിന് ശേഷമുള്ള നമ്മളെന്താണ് റെസ്റ്റ് ഓപ്പറേറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, പോകാൻ വേണ്ടി പറ്റുക. സോ നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ നോക്കാം. ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2, നമ്മൾ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആവർത്തിച്ച് വരുന്ന കോഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ റിപ്പീറ്റ് എവിടെയാണോ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് വേണ്ടത് ആ സ്ഥലത്ത് വെച്ച് നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ടാസ്കിനെ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് എന്തിനാ വെച്ചാൽ പല പല ഓപ്പറേഷൻസ്, ഒരുപാട് കാര്യങ്ങൾക്ക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ 2 തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന് വിത്ത് പാരാമീറ്റേഴ്സും, 2 വിത്തൗട്ട് പാരാമീറ്റേഴ്സും. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വിത്തൗട്ട് പാരാമീറ്റേഴ്സ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. സോ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത്, ജാവാസ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഫംഗ്ഷന് ഓൾറെഡി എന്തുണ്ട്, ഒരു കീവേഡ് ഉണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ എന്താണ് ഉണ്ടാകുക, ഫംഗ്ഷൻ എന്തുണ്ടാവും, ഒരു നെയിം ഉണ്ടായിരിക്കും, ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും. ഞാനിവിടെ എന്താണ് നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം, അരിത്മാറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വളരെ ചെറുതാക്കിയിട്ട് വെറും ഓപ്പറേഷൻസ് നമുക്ക് വേണ്ടി കൊടുക്കാം, വെറും ഓപ്പറേഷൻസ്. എന്നിട്ട് എന്താണ്, ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യേണ്ടത്. സോ അതിൻ്റെ കീവേഡായ ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ട് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെയിം കൊടുക്കുക. ആ നെയിമിനെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഇട്ടിട്ട് ഈ പാരന്തസിസിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്താണോ നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് ഉള്ളത് ആ ടാസ്ക് പെർഫോം ചെയ്യേണ്ട കോഡ് നമ്മൾ ഇവിടെ എഴുതുക. ഞാനിവിടെ എന്തെഴുതി, കോൺസ്റ്റ്, ഞാനെന്ത് പറഞ്ഞു, num1 = 10 എന്ന് പറഞ്ഞു. നമ്മളൊരു അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഒരു അഡീഷൻ പെർഫോം ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത്. രണ്ടാമത് എന്താ പറഞ്ഞത്, കോൺസ്റ്റ് num2 = 20 എന്ന് പറഞ്ഞു. ഇനി ഞാൻ അതിനെ കൺസോൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്, console.log. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ മുന്നേ ഞാൻ എന്താണ്, കോൺസ്റ്റ് result = num1 + num2. അതായത് ഈ റിസൾട്ടിൽ എന്ത് വേണം, ഈ num2ലുള്ള വാല്യൂവിൻ്റെയും ഈ num1ലുള്ള വാല്യൂവിൻ്റെയും num2ലുള്ള വാല്യൂവിൻ്റെയും അഡീഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ സേവ് ചെയ്യണം, ഈ കോൺസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ സേവ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ഇനി ഇവിടെ നമ്മൾ എന്താണ്, addition of num1 + num2 = ഞാൻ എന്ത് പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ടെംപ്ലേറ്റ് ലിറ്ററൽസിൽ നമ്മൾ വേരിയബിൾ ഈ ഒരു റിസൾട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഒരു വേരിയബിൾ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഡോളർ ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം, നമ്മൾ റിസൾട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഞാനിതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഒരു ഔട്ട്പുട്ട്, ഡിസൈർ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടില്ല. കാരണം ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടില്ല. കാരണം നമ്മളെന്താണ്, ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യേണ്ട കോഡ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ആ സ്പെസിഫിക് ടാസ്ക് എവിടെയാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷനെ വിളിക്കണം. എങ്ങനെ വിളിക്കണം, ഈ റൗണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ വിളിക്കണം. ഇനി നമ്മൾ എന്താണ്, ഇവിടെ വന്ന് Ctrl A പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് 2, അതായത് num1 + num2, ഇവിടെ ഈ 2 വേണ്ട, അഡീഷൻ ഓഫ് num1 + num2 = എന്ത് കിട്ടി, നമുക്ക് 30 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ്, ഇതിൻ്റെ സബ്സ്ട്രാക്ഷൻ നമുക്കൊന്ന് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് 2 നമ്പേഴ്സും തമ്മിൽ കൂട്ടാനുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ. ഇനി നമുക്ക് എന്താണ്, അതിൻ്റെ സബ്സ്ട്രാക്ഷൻ ചെയ്യണം.
ഞാൻ എന്ത് പറഞ്ഞു, ഓപ്പറേഷൻ സബ് എന്ന് കൊടുത്തു, സബ്സ്ട്രക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു, num1 മൈനസ് num2 എന്നായിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ടിൽ കാണാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. ഇനി ഈ ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമ്മളെ അഡീഷൻ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക അവിടെ കാണാൻ വേണ്ടി പറ്റുക. കാരണം നമ്മളെന്താണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു. ഇനി നമ്മൾ റൺ കോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ 1ൻ്റെ അഡീഷനും നമ്മൾ കാണാനുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഇവിടെ വർക്കായിട്ടുണ്ട്. 2 എന്താണ് സബ്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സബ്സ്ട്രാക്ഷനും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. 10ന്ന് 20 പോയാൽ -10. ഇതിനെ നേരെ തിരിച്ചിട്ടാണെങ്കിൽ 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, കണ്ടോ 10 കാണാൻ വേണ്ടി പറ്റും. 30 ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ എന്താണ് 10 എന്നുള്ളത് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റി. സോ നമുക്ക് മൊത്തത്തിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അതായത് അഡീഷൻ ചെയ്യണം, സബ്സ്ട്രാക്ഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ഡിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ കോഡ് നമുക്ക് എഴുതിക്കൊണ്ടേയിരിക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക്, ഇപ്പം ഞാനിതിനെ ഈ ഒരു ഫംഗ്ഷനെ റിമൂവ് ചെയ്തു. എന്നിട്ട് എന്താണ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ തന്നെ ഇവിടെ നിലനിർത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, യൂസർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ഈ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ ഫംഗ്ഷനിലേക്ക് പോകുന്ന സംഖ്യ യൂസർ കൊടുക്കുന്ന സംഖ്യ ആയിരിക്കണം. സോ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 10 ഇവിടെ പാസ് ചെയ്തു, 20 നമ്മളെന്താണ് ഇവിടെ ഇങ്ങനെ കോമന്റ് ഇട്ട് കൊടുത്തു. സോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ഈ കോമറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു 2 പാരാമീറ്റേഴ്സിനെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാച്ച് ചെയ്യണം. ഇവിടെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 2 വേരിയബിൾ കൊടുത്തു. സോ ഇത് എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ 10നെ ഈ എയിലും സേവ് ചെയ്യും, ഈ 20നെ ഈ ബിയിലും സേവ് ചെയ്യും. ഇനി നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, ഇവിടെ എ എന്ന് പറഞ്ഞു കൊടുക്കുക, ഇവിടെ ബി എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതിനെ റിമൂവ് ചെയ്തു. ഇനി റൺ കോഡ് കൊടുത്തു. റൺ കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ സംഖ്യയാണോ ഇവിടെ പാസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുക. ഇനി ഞാനിവിടെ എന്ത് പറഞ്ഞു, 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് 50 എന്ന് ഔട്ട്പുട്ട് കിട്ടണം. റൺ കോഡ് പറഞ്ഞു, കണ്ടോ ഇവിടെ 50 എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യൂസർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ത് സംഖ്യയാണ് കൂട്ടേണ്ടത് എന്നുള്ളത്. മറ്റേത് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഈ ഫംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ തിരുത്തി കൊടുക്കണമായിരുന്നു. ഇപ്പോൾ യൂസർക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കെന്താണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വേണ്ട, ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എന്താണ് ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ num1 + num2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ റിസൾട്ട് num1 + num2 എന്ന് പറയുന്ന റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എവിടേക്ക് സെൻഡ് ചെയ്യും, ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യും. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്ന സംഭവമാണ്. റൺ കോഡ് കൊടുത്താൽ നമുക്കെന്താണ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിപ്പം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത് നമ്മൾ HTML ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് പഠിക്കാം, റിട്ടേണിൽ എങ്ങനെ നമുക്കത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ഇപ്പം നമുക്കെന്താണ് ഇങ്ങനെ തന്നെ പോകാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ console.log ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്പറേഷനെ കോൾ ചെയ്യണം. സോ അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കെന്താണ് ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ ഒക്കെ ക്ലാസ് വരുന്ന സമയത്ത് നമുക്കെന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ, പാരാമീറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആർഗ്യുമെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ 2 ടൈപ്പ് ഉണ്ട്, വിത്ത് ആർഗ്യുമെൻറ്റും വിത്ത് പാരാമീറ്ററും വിത്തൗട്ട് പാരാമീറ്ററും. ഇനി നമുക്കെന്താണ് ഒരു അഡീഷണൽ ഇതും കൂടി ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇട്ടിട്ട് ഞാനൊരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് പ്ലസ് എന്ന് കൊടുത്തു. അതിൻ്റെ മുന്നേ ഇനി നമുക്ക് ഇതിനെ സബ്സ്ട്രാക്ഷനാണ് ചെയ്യണമെന്നെങ്കിൽ എന്താണ് ഇതിനെ മൈനസാക്കി നമ്മൾ ഔട്ട്പുട്ടിൽ കാണാൻ വേണ്ടിയിട്ട് മൈനസാക്കി. Ctrl A പ്രസ് ചെയ്തു, റൺ കോഡ് കൊടുത്തു. ഇപ്പോൾ എന്താണ് -30 എന്ന് വന്നു.
-30 വരാം. 10 നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? -30 തന്നെ വരിക. സോ നമ്മളിവിടെ മാറ്റി കൊടുക്കണം. 10 എന്ന് കൊടുത്തു. ജസ്റ്റ് ഇവിടെ വരിക, റൺ കോഡ് കൊടുക്കുക. ഇപ്പം എന്താണ്? നമുക്ക് num1 - num2 30 എന്ന് കിട്ടി. കാരണം ഇവിടെ എന്താണ്? നമ്മളെന്താണ് യൂസർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു ഒറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അഡീഷൻ ചെയ്യിക്കാം, സബ്സ്ട്രാക്ഷൻ ചെയ്യിക്കാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ പ്ലസ് കൊടുത്തു. ഇനി ഇവിടെ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിനെയും ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി ആ എസ്സിനെ ഞാൻ എന്ത് പറയാണ്? ലെറ്റ് എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ ഇവിടെ കോൺസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പല വാല്യൂസാണ് വരിക. കോൺസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. കോൺസ്റ്റ് സിമ്പിൾ ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരുന്ന എസ്സിലത്തെ വാല്യൂ എവിടെ സേവായി? സിമ്പിളിൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വെച്ച് ചെക്ക് ചെയ്യാണ്. ഇഫ് സിമ്പിൾ ഈക്വൽ ടു പ്ലസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓപ്പറേഷൻ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഫ് കണ്ടീഷൻ ഇടുക. ആ ബ്രാക്കറ്റിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം നമുക്ക്. സോ ഇവിടുന്ന് 3 പാരാമീറ്റർ പാസ്സായി. ആ 3 പാരാമീറ്ററിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 3 ആർഗ്യുമെൻറ്റിനെ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഒന്നിലെന്താണ്? സിമ്പിളാണ് വരിക. ആ സിമ്പിളിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇഫ് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യാണ്. ഈ SYM എന്ന് പറയുന്ന ഈ വേരിയബിളിൽ പ്ലസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും num1 + num2 എന്ന് പറഞ്ഞിട്ട് അഡീഷൻ ചെയ്യണം. അതിന് മുന്നേ ഈ റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഗ്ലോബലി ഡിക്ലെയർ ചെയ്യണം. ഗ്ലോബൽ ഡിക്ലറേഷനും ഒക്കെ ഓൾറെഡി പറഞ്ഞു തന്നാണ്. ഇനി ഈ റിസൾട്ടിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കോൺസ്റ്റ്, ഇതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നമുക്ക് കോൺസ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും? പല റിസൾട്ടായിരിക്കും, മാറി വരുന്ന റിസൾട്ടായിരിക്കും. സോ ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ലെറ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് നോക്കി നോക്കാം. കൺട്രോൾ പ്രസ് ചെയ്ത് റൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2ൻ്റെ അഡീഷൻ എന്ത് കിട്ടിയിട്ടുണ്ട്? 40 + 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 50 കിട്ടി. ഇനി അതിന് മൈനസ് കൊടുക്കുകയാണ്. മൈനസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? സ്വാഭാവികമായിട്ടും അവിടെ ഒരു എറർ വന്നേക്കാം. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ എന്താണ്? അത്തരത്തിലുള്ള ഒരു മൈനസ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ഒരു ഓൺലി പ്ലസ് മാത്രം വരുന്നതിനുള്ള ഇഫ് കണ്ടീഷൻ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. എൽസ് ഞാനിവിടെ കൊടുക്കുകയാണ്. ആ പ്ലസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? console.logൽ ഞാൻ എന്ത് പറഞ്ഞു? അൺനോൺ സിമ്പിൾ എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ പ്ലസ് അല്ലാതെ വേറെ ഏതെങ്കിലും സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവിടെ ഈ സിമ്പിളിൽ പ്ലസ് ആണ് വരുന്നതെങ്കിൽ, ഇവിടുന്ന് പാസ് ചെയ്യുന്നത് പ്ലസ് ആണെങ്കിൽ ഈ അഡീഷൻ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. സോ ഇനി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? അൺനോൺ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഔട്ട്പുട്ട് കിട്ടി. പിന്നെ ഇത് പെർഫോം ചെയ്യാത്തതിനുള്ള ആ ഒരു അൺഡിഫൈൻഡ് റിസൾട്ടിൽ എന്താണ്? ഇത് അഡീഷൻ ചെയ്തതിന് ശേഷമാണല്ലോ ഇത് വർക്കാകുന്നത്. സോ ആയതുകൊണ്ട് അതിൻ്റെ ഒരു അൺഡിഫൈൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് ഇഫ് എൽസ് ലാഡർ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇഫ് എൽസ് ലാഡർ യൂസ് ചെയ്യാം. ഇഫ് എൽസ് അല്ല, ജാവാസ്ക്രിപ്റ്റ് വരുമ്പോൾ അത് എൽസിഫ് ആണ് കേട്ടോ. എൽസിഫ് നമ്മളെന്താണ്? ഈ ഒരു സിമ്പലിലുള്ളത് മൈനസ് ആണെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ വർക്ക് ചെയ്യണം. എന്താണ് നമ്മളുടെ അരിത്തമാറ്റിക് ഓപ്പറേഷൻ? റിസൾട്ടിലേക്ക് നമ്മൾ എന്ത് സെൻഡ് ചെയ്യണം? num1 - num2 ആക്കിയിട്ടുള്ള ആ ഒരു വാല്യൂവിനെ സെൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്ലസ്, ഇതിനെ ഞാൻ ക്ലോസ് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്തു,
ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് ആണ് സെൻഡ് ചെയ്യണത്. ഓക്കെ, 10 40 പ്ലസ് 40യും 10ഉം പിന്നെ ഒരു പ്ലസ് 1 സെൻഡ് ചെയ്യണത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, num1 അതിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടി 50 എന്ന് പറഞ്ഞിട്ട്. ഇതിനും അതിൻ്റെ ഉള്ളിലാണ് കൺസോൾ ചെയ്യേണ്ടത്. സോ കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇതിൻ്റെ കൺസോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ കൺസോള് നമുക്കെന്താണ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം. പ്ലസ് മൈനസ്. ഓക്കെ, കൺട്രോളെ പ്രസ് ചെയ്തു, റണ്ണ് ചെയ്തു, പ്ലസ് ആണ്. അപ്പോൾ എന്ത് പറഞ്ഞു, ഈ കൺസോൾ വർക്ക് ചെയ്തു. ഇതിനെ രണ്ടും പാടി കൂട്ടിയിട്ട് എന്ത് ചെയ്തു, 50 എന്ന് പറഞ്ഞിട്ട് പ്രസ് ചെയ്തു, സെൻഡ് ചെയ്തു. ഇനി ഞാൻ എന്താണ് മൈനസ് ആക്കാണ്. ഇവിടെ മൈനസ് സെൻഡ് ചെയ്തു. മൈനസ് നിന്ന് എനിക്ക് 40 നിന്ന് 20 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് നമ്മൾ റൺ കോഡ് കൊടുത്തപ്പോൾ അൺനോൺ സിമ്പൽ, ഇവിടെ എന്താണ് നമ്മൾ മൈനസ് മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ. സിമ്പലിൽ മൈനസാണ് വരുന്നുണ്ടെങ്കിൽ മൈനസ് ആകണം. അപ്പോൾ ഓരോ എറർ വരുമ്പോഴാണ് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. റൺ കോഡ് കൊടുത്തു. ഇപ്പോൾ ഉണ്ടോ 40 നിന്ന് 20 മൈനസ് ചെയ്തപ്പോൾ മൈനസായി. ഇനി ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല. നമുക്കെന്താണ് അൺനോൺ സിമ്പൽ എന്ന് കാണിച്ചു. അൺനോൺ സിമ്പൽ എന്ന് കാണിക്കാൻ എന്താണ് കാരണം, നമ്മൾ അവിടെ സിമ്പൽ നമ്മൾ പാസ് ചെയ്യുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള സിമ്പൽ പാസ് ചെയ്യുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ആ സിമ്പൽ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യില്ല, ആ സിമ്പൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല, ഇവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൽസ് ഇഫ് ഈ സിമ്പലിൻ്റെ ഉള്ളിൽ പ്ലസ് ആണെങ്കിൽ ഇത് ചെയ്യണം, ഈ സിമ്പലിൻ്റെ ഉള്ളിൽ മൈനസ് ആണെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം, ഈ സിമ്പലിൻ്റെ ഉള്ളിൽ സ്റ്റാർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല, ഇവിടെ എന്താണോ പെർഫോം ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പറഞ്ഞു കൊടുക്കുകയും വേണം. ഇതിപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ num1 × num2 എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു എക്സ് ഇട്ട് കൊടുത്താണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും റൺ കോഡ് കൊടുത്തു. റൺ കോഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് num1 × num2 = 800 എന്ന് കിട്ടി. അതായത് 40 × 20 എന്ത് കിട്ടി, 800 എന്ന് കിട്ടി. സോ ഇതാണ് ജാവാസ്ക്രിപ്റ്റിലെ ഒരു ബേസിക് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്ററും വിത്തൗട്ട് പാരാമീറ്ററും. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ഒന്ന് റിസർച്ച് ചെയ്ത് വേറെ എക്സാമ്പിളൊക്കെ വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ചെറിയൊരു അസൈൻമെൻ്റ് ഒന്ന് ചെയ്തു നോക്കാം. ചെറിയൊരു ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് ഓപ്പറേറ്റേഴ്സിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ മാതിരി കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.